ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. ഒരിക്കലെ വിദേശിയായ ഒരു വ്യക്തി താൻ ബുക്ക് ചെയ്ത ടിക്കറ്റുമായി ട്രെയിനിൽ കയറി. താൻ റിസർവ് ചെയ്ത സീറ്റിൻ്റെ അരികിലെത്തിയപ്പോൾ മറ്റൊരാൾ ആ സീറ്റ് കൈക്കലാക്കിയിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ആ മനുഷ്യനോട് ഇത് തൻ്റെ സീറ്റാണെന്നും ദയവായി മാറിത്തരണമെന്നും പറഞ്ഞപ്പോൾ യാത്രക്കാരൻ മാറിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല, മോശമായ രീതിയിൽ വാക്കുകളാലും പ്രവൃത്തികളാലും പെരുമാറുകയും ചെയ്തു. എന്നാൽ ഈ മനുഷ്യൻ തിരികെ ഒന്നും പറയാതെ വളരെ ശാന്തനായി നടന്നുപോയി ടോയ്ലറ്റിൻ്റെ സമീപം ഒരു പത്രക്കടലാസ് വിരിച്ച് നിലത്തിരുന്നു. ടിക്കറ്റ് പരിശോധനയ്ക്കായി TTR വന്നപ്പോൾ അദ്ദേഹം തറയിലിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുകയും ആ മനുഷ്യൻ നടന്ന കാര്യങ്ങൾ പരിശോധകനോട് വിവരിക്കുകയും ചെയ്തു. ഒരിക്കലും ഒരു വിദേശിയായ വ്യക്തിയിൽ നിന്ന് ഇപ്രകാരം ഒരു പ്രതികരണമോ പെരുമാറ്റമോ പ്രതീക്ഷിക്കാത്ത TTR വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കൾ എന്താണ് തിരിച്ച് പ്രതികരിക്കാതിരുന്നത്? ആ വിദേശിയായ മനുഷ്യൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഞാൻ സത്യദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലാണ്, ഞാൻ ആരോടും വഴക്കിടാറില്ല. ആ സാക്ഷ്യം ആ ഉദ്യോഗസ്ഥന് പുതിയൊരു അനുഭവമായിരുന്നത് മാത്രമല്ല, അദ്ദേഹം മാനസാന്തരപ്പെടുവാനും ദൈവത്തെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ഇടയാക്കി മാറ്റി. അവിടെ ഒരു വലിയ നീണ്ട പ്രസംഗമാണോ ആ വ്യക്തിയിൽ മാനസാന്തരം ഉളവാക്കിയത്? അല്ല, ആ വിദേശിയുടെ പെരുമാറ്റമാണ് ആ വ്യക്തിയിൽ മാറ്റം വരുത്തിയത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഒരു ശക്തിയേറിയ പ്രഭാഷണത്തെക്കാൾ വലുതായിരുന്നു. ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണെന്ന് സ്വയം പരിശോധിക്കുക. നമ്മുടെ പെരുമാറ്റം പ്രസംഗത്തേക്കാൾ ശക്തമാണ്. മറ്റുള്ളവർ നമ്മുടെ പെരുമാറ്റം കണ്ട് നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുന്ന ജീവിതം നമുക്ക് കാഴ്ചവെക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ.